നാസറിൻ്റെ ഉപ്പയായിട്ടൊന്ന് സംസാരിക്കണം. എല്ലാ കോളേജിലും MDMA കഞ്ചാവാണെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ കോളേജിൽ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞ് ആൾ നല്ല വിഷമത്തിലിരിക്കുകയാണ്. എനിക്ക് +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നല്ല കോളേജിൽ ചേരണം എന്ന് ആഗ്രഹമുണ്ട്. സാർ ഒന്ന് സംസാരിക്കുമോ? നല്ല കോളേജ് എന്നുള്ളതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിച്ചത്? നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ നല്ല അച്ചടക്കമൊക്കെ ഉള്ള കോളേജാണ് ഉദ്ദേശിച്ചത്. ഈ കാലഘട്ടത്തിൽ മോളെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിസിപ്ലിൻ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ 2 കാറ്റഗറി ഒന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് സെൽഫ് ഡിസിപ്ലിനാണ് വേണ്ടത്. നിങ്ങൾ പോകുന്ന കലാലയങ്ങളിൽ ഉപ്പയുടെ ആശങ്ക പോലെ, അതല്ലെങ്കിൽ അനേകം രക്ഷിതാക്കൾ ആശങ്കപ്പെടുന്നത് പോലെ അവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരും വിതരണക്കാരുണ്ട്. MDMAക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതിൻ്റെ വിതരണക്കാരുണ്ട്. ആൺകുട്ടികൾക്കിടയിൽ മാത്രമല്ല പെൺകുട്ടികൾക്കിടയിലും ഇത് വ്യാപകമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു ശൃംഖലയിലൊക്കെ മക്കൾ പെട്ടുപോകുമോ എന്നുള്ള ആശങ്ക തീർച്ചയായിട്ടും നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ വേണ്ടത് നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ്. അതല്ലാതെ അതൊന്നുമില്ലാത്ത നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കലാലയം, ഒരു കോളേജ് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടില്ല, തിരഞ്ഞാൽ കിട്ടില്ല. ഈ കാലഘട്ടത്തിൽ പോകുന്ന മകൾ അല്ലെങ്കിൽ മകൻ, മോളെ പോലെയുള്ള കുട്ടികൾ സ്വയം തീരുമാനിക്കണം. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്. എൻ്റെ ആ ലക്ഷ്യത്തിലേക്കും സ്വപ്നത്തിലേക്കുമുള്ള യാത്രയിൽ എൻ്റെ ഒരു നാഴികക്കല്ലാണ് ഞാൻ എടുക്കുന്ന ഈ കോഴ്സ് വിജയകരമായി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്കുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് ഞാനിതിൽ കാലിടറാതെ, വഴിതെറ്റാതെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ ബെസ്റ്റി എന്നുള്ള പേരിൽ, ക്രഷ് എന്നുള്ള പേരിൽ ഒക്കെ കുറേ ആളുകൾ വരും. എന്നെ ലിബറലിസത്തിലേക്ക് കൊണ്ടുപോകുന്ന, എന്നെ ഫ്രീ സെക്സിലേക്ക് കൊണ്ടുപോകുന്ന, എന്നെ ഡ്രഗ് അഡിക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന, അങ്ങനെ ഒരു നിയമങ്ങളോ അതല്ലെങ്കിൽ ഒരു ധാർമ്മികതയോ ബാധകമല്ലാത്തൊരു ലോകത്തേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഒരു സംഘമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മോളെ. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ടാണ് രക്ഷിതാക്കൾക്ക് ആശങ്കയുള്ളത് എന്ന് മോള് മനസ്സിലാക്കണം. അതുകൊണ്ട് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുക. മോള് ശ്രദ്ധിച്ചാൽ മതി. ഇത് എല്ലാ മക്കളും കേൾക്കേണ്ടതാണ്, എല്ലാ മക്കളിലേക്കും എത്തിച്ചു കൊടുക്കേണ്ടതാണ്. എല്ലാ രക്ഷിതാക്കളും കേൾക്കേണ്ടതാണ്, എല്ലാ രക്ഷിതാക്കളിലേക്കും എത്തിച്ചു കൊടുക്കേണ്ടതാണ്. സെൽഫ് ഡിസിപ്ലിനാണ് പ്രധാനം. നമ്മളെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുകയും പടച്ച തമ്പുരാനും ദൈവവും ഉണ്ട് എന്ന് സദാസമയവും മനസ്സിൽ ഉറപ്പിച്ച് പറയുകയും വേണം. അതൊക്കെ മായാവിയുടെ കെട്ടുകഥകൾ പോലത്തെ കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ സംസ്കാരങ്ങളിൽ നിന്ന് ആദ്യം നിങ്ങളെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുക. പിന്നീട് ഡ്രഗ്സും ഫ്രീ സെക്സും ഒക്കെ നിങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാനും അതിലേക്ക് നിങ്ങളെ ആകർഷിക്കാനും വളരെ ഈസി ആയിരിക്കും അവർക്ക്.